ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും തമിഴില് കണ്ട അല്ലെങ്കിൽ ക്യാപ്ഷൻ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയാനില്ലെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന, അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന പല സ്ത്രീകളും ഉണ്ടാവും. വിഷമിക്കുന്നവരുണ്ട്. അതായത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിപ്പോ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ ആയി പോണതാണ്. അപ്പൊ ആരെയും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെ ആവണമെന്നില്ല, എല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരണമെന്നില്ല. അപ്പൊ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്നെ പോലത്തെ ആൾക്കാർ, അല്ലെ, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്, അല്ലെ. എനിക്ക് അത് ഇപ്പോ കല്യാണം കഴിഞ്ഞവർക്കായിരിക്കും കൂടുതൽ തോന്നാം. കാരണം എന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എനിക്ക് ആ കുടുംബത്തിൽ വിലയില്ല എന്നുള്ള തോന്നൽ വന്ന് തുടങ്ങുമ്പോഴാണ് എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരുന്നത്, അല്ലെ. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പിന്നെയാണ് മറ്റൊരാളുടെ കാശ് വേണ്ട, എനിക്ക് സ്വന്തമായിട്ടൊരു കാശ് ഉണ്ടാക്കിയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിക്കും. മിക്കവരും അങ്ങനെ ആയിരിക്കും ചിന്തിക്കാം, അല്ലെ. പക്ഷെ നമുക്കൊരു കഴിവുണ്ടെന്ന് വെച്ചാല് അതിൽ നിന്ന് ഇൻകം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ മണ്ട പ്രയോഗിക്കണം. ചിന്തിച്ച് 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 അതിലേക്ക് ഓരോ കാര്യം എടുത്ത് വെച്ച് നമ്മൾ അതിലേക്ക് കയറി വരണം, അല്ലെ. എന്റെ കാര്യത്തിൽ പറയാന്ന് വെച്ചാൽ എനിക്ക് തയ്ക്കാൻ അറിയാം. ഞാനൊരു 3 മാസത്തെ കോഴ്സ്, വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല, ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചില്ല. അതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കം എന്താ പറയാ, ചെറുപ്പം തൊട്ടേ നമ്മൾ അനുഭവിക്കണതാണ്, ഞാൻ അനുഭവിക്കണതാണ്. എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. എന്ത് കാരണം, വീട്ടില് അച്ഛനമ്മ ഇങ്ങനെ പറയായിരുന്നു, അച്ഛൻ പറയില്ല, അമ്മ പറയായിരുന്നു, നീ അതൊക്കെ പഠിച്ചിട്ട് നിരത്തില്ല, ഒരു ഡിഗ്രി ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം നല്ലതായിട്ടൊന്നും വരില്ല എന്നുള്ളത് ചിന്താഗതിയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഞാൻ എവിടെ കിട്ടുന്നത്, ഇന്നിപ്പോ ഞാൻ വരുമാനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ 3 മാസത്തെ കോഴ്സ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. കല്യാണത്തിന് ശേഷം 3 മാസത്തെ കോഴ്സ് പഠിച്ച് ഞാൻ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി തുടങ്ങി. അതേപോലെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പലരും തയ്ക്കാനായിട്ട് അറിയാം, പക്ഷെ അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന കുറെ പേര് എനിക്കറിയാം, അങ്ങനെ ഇരിക്കുന്ന കുറെ പേര് ഉണ്ടാവുന്നതായിരുന്നു, അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തതാണ്. അപ്പൊ എനിക്ക് തയ്ക്കറിയാലോ, അപ്പൊ ഞാൻ തയ്ച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് എൻ്റെ നെയ്ബേഴ്സ്, അതേപോലെ തന്നെ റിലേറ്റീവ്സ്, ഇവരൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് തരാം. നമ്മളൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് തയ്ക്കാനൊക്കെ ആയിട്ട് തരാം. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിരിക്കും. അതായത് നമ്മൾക്ക് തയ്ക്കാൻ അറിയും, അവരെങ്ങനെ തയ്ക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന ചുരിദാർ വർക്ക്, ബ്ലൗസ് വർക്ക്, അതേപോലെ തന്നെ ഫ്രോക്കിന്റെ വർക്ക്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട്, അതായത് കറക്റ്റ് ടൈമിൽ തയ്ച്ചു കൊടുക്കാം. അങ്ങനെ ടൈമിൽ തയ്ച്ചു കൊടുക്കുമ്പോൾ ഈ കിട്ടുന്ന ആൾക്കാർ എന്ത് പറയും, വളരെ നന്നായിട്ട് അവർ തയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ന ആളോട് പറയാം, ഇന്ന ആൾക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ അവരിൽ നിന്ന് നമുക്കൊരു കസ്റ്റമർ ഉണ്ട്, അവര് റെക്കമെൻഡ് ചെയ്യും, അവരിൽ നിന്ന് അങ്ങനെ കസ്റ്റമർ. അങ്ങനെ ചെറിയ 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 വർക്കുകളൊക്കെ ഏറ്റെടുത്തിട്ട് അങ്ങനെ ചെയ്ത് നമ്മൾ കറക്റ്റ് ടൈമിങ് കീപ്പ് ചെയ്യുക, ഫിനിഷിങ് കീപ്പ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വർക്ക് തന്നെ വരും. അങ്ങനെ ഒരു മാർഗം, നമ്മൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ടിരിക്കാം. പിന്നെ എല്ലാവർക്കും മുഷിപ്പുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഓൾട്രേഷൻ വർക്ക് ആരും എടുക്കില്ല. എന്ന് വെച്ചാല് പലർക്കും അത് ഒരു എന്താ പറയാ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനുള്ള മടി കൊണ്ടാണ് പലരും ആ വർക്ക് ഏറ്റെടുക്കാത്തത്. ഞാൻ പറയാന്ന് വെച്ചാൽ ഓൾട്രേഷൻ വർക്ക് ഒരു ചെറിയ തോതില് നമുക്ക് ഡെയിലി ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗമാണ് കേട്ടോ ഓൾട്രേഷൻ ഒക്കെ. പ്രധാനമായിട്ട് പാൻറിന്റെ ലൂസ് ടൈറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പല മെത്തേഡുകളുണ്ട്. സിബ് ചേഞ്ച് ചെയ്യുക, ബ്ലൗസ് ഫിറ്റ് ചെയ്യുക, അത് ലൂസ് ആക്കുക, അതേപോലെ സ്ലീവ് മാറ്റുക. ഇന്നലെയും വന്നു എനിക്കൊരാള്, ഞാൻ തയ്ച്ച് കറക്റ്റ് ഫിറ്റിൽ കൊടുത്തു, പക്ഷെ അവർക്ക് അത് അയക്കാൻ കൂടെ മടിയാ, അവർക്ക് അത് അയക്കാൻ പറ്റില്ല. നമ്മൾ അയച്ചു കൊടുക്കാം, ആയിക്കോട്ടെ അയച്ചു കൊടുക്കാം, നമുക്ക് അതിനൊരു ചാർജ് ഉണ്ടാക്കാം. കാരണം നമ്മള് കുറച്ച് നേരമാണെങ്കിലും നമ്മുടെ കറണ്ട് ചാർജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചിലവര് ശരിക്കും അടുത്തുള്ള ആൾക്കാരാണ് ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ പൈസ മേടിക്കാമെന്ന് ചിന്തിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മളെ നൂല് പോകുന്നുണ്ട്, നമ്മളെ കറണ്ട് പോകുന്നുണ്ട്, നമ്മുടെ എനർജി പോകുന്നുണ്ട്. ഒരാള് കൈ വെച്ചാലാണ് ഈ സാധനം ശരിയാവത്തുള്ളൂ, അല്ലെ. വെറുതെ ഇരുന്നത് ശരിയാവത്തില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെ ഏത് കസ്റ്റമർ ആയാലും, ഏത് ബന്ധുക്കളായാലും, ഏത് റിലേറ്റീവ്സ് ആയാലും നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന വർക്ക് അതിനുള്ള പ്രതിഫലം നമ്മൾ അവരോട് ചോദിച്ചു മേടിച്ചിരിക്കണം. ബന്ധങ്ങളും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.
അപ്പൊ അങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ചോദിക്കുന്ന എന്നാലേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്സപ്പ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ്. ഇപ്പോഴത്തെ ആൾക്കാർ ആദ്യം ചെയ്യുന്നത് ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യാം, ഓൺലൈനിൽ ഇട്ട് പൈസ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചിന്ത കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കിട്ടില്ല. നമ്മൾ കുറെ തയ്ച്ചിട്ട് ആൾക്കാർ ഒന്നും വാങ്ങിയില്ല വെച്ചാൽ ആൾക്കാർക്ക് ഏറ്റവും പ്രധാന വിശ്വാസമാണ്. അതില്ല വെച്ചാൽ ആൾക്കാരത് വാങ്ങില്ല. അതിപ്പോ ഓൺലൈൻ മെയിൻ കാര്യം. നമ്മളൊരു ട്രസ്റ്റിന്റെ പുറത്താണ് ആൾക്കാർ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാലല്ലേ ആൾക്കാർ കാണത്തുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു മാർഗമാണ്. അതേപോലെ ആൾക്കാരെ വിശ്വസിപ്പിക്കുക, ചീറ്റ് ചെയ്യാണ്ടിരിക്കുക, കൃത്യനിഷ്ഠത പാലിക്കുക. അത് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ. ഡ്രസ്സിന്റെ ക്ലിപ്പിക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക, കട്ടിങ് വീഡിയോസ് ഒക്കെ ചെയ്യുക. അപ്പൊ അത് ഡെയിലി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിലുപരി ഒരു ട്രസ്റ്റും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലെയുള്ള പല മേഖലകളും നമുക്ക് ഈ സ്റ്റിച്ചിങ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഇടുക, സിമ്പിൾ സ്റ്റിച്ചിങ് ടിപ്സ് ഇടുക, അതേപോലെ സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത് ഇടുക, അല്ലെങ്കിൽ പഴയ ഡ്രസ്സ് പുതിയതാക്കുന്ന വീഡിയോ ഇടുക, ഈസി കട്ടിങ് മെത്തേഡ്സ് ഇടുക. അങ്ങനെ പല പല വീഡിയോകൾ ഇടുക. ആൾക്കാർക്ക് കാണും, ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന പല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, ആൾക്കാർക്ക് വിശ്വാസം, സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും, ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതും ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, അതായത് സ്റ്റിച്ചിങ്. ഇനിയിപ്പോ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തയ്ക്കാൻ അറിയുമോ, അടുത്ത കുട്ടികളുണ്ടോ, അടുത്ത കുട്ടികൾ ചോദിച്ചു വരുന്നുണ്ടോ എന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ലാച്ചാ ചെറിയ നിങ്ങൾക്ക് അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തോണ്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അത് യൂട്യൂബിൽ ഇടാൻ ചെയ്യാം. മനസ്സിലായോ? യൂട്യൂബിൽ നിന്ന് പറഞ്ഞു കൊടുത്തോണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ അടുത്തുള്ള കുട്ടികൾ, ചെറിയ ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലെ. ബേസിക് സ്റ്റിച്ചിങ് ക്ലാസ് പോലത്തെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു നല്ലൊരു മാർഗമാണ് അല്ലെ. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം. പല മേഖലകളുണ്ട് കേട്ടോ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാണ്, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആരംഭത്തിൽ ചെറുതായിട്ട് വർക്കൊക്കെ കിട്ടുള്ളൂ, സ്ലോലി നമുക്കത് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ തയ്യലൊരു ചെറിയൊരു ജോലിയല്ല, അത് ഈസി അല്ല, ഇതൊരു ടാലന്റ് ആണ്. അത് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും, ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചിലർ ബ്ലഡിലും ഉണ്ടാവും അല്ലെ. ചിലർ ഒന്നും പഠിച്ചു കഴിച്ചാൽ എല്ലാ സാധനം കിട്ടും. എന്റെ ബ്ലഡിലുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പൊ എനിക്കൊക്കെ പറ്റുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്കൊക്കെ എന്തായാലും പറ്റും അല്ലെ. ഞാൻ എവിടെ എത്തിയിട്ടൊന്നുമില്ല, അല്ലെ ഞാൻ പറയാണ് പറ്റും, എല്ലാവർക്കും പറ്റും എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും, എന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.